أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൻ നാസിലെ ആദ്യ 4 വചനങ്ങളാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ്: പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. പറയുക, ഞാൻ അഭയം പ്രാപിക്കുന്നു മനുഷ്യരുടെ നാഥനെ, മനുഷ്യരുടെ രാജാവിനെ, മനുഷ്യരുടെ യഥാർത്ഥ ആരാധ്യനെ. ഈ ആയത്തുകളുടെ തഫ്സീറിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്തുൽ ലഹബിൻ്റെ തഫ്സീറിൽ പറഞ്ഞിരുന്നു, ഇതിൽ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ആക്രമിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന്. അവരുടെ ശ്രമം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ഇസ്ലാമിക അധ്യാപനം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നതായിരുന്നു. സൂറത്തുൽ ഫലക്കിലെ അവസാന ആയത്ത്, അതായത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന വചനത്തിലും അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ തേടാനുള്ള ദുആയാണ് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. പറയുന്നു, അവസാന കാലഘട്ടത്തിൽ ഒരു വൻ ശക്തി ഉയർന്നു വരുന്നതാണ്. അവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാജ്യങ്ങളെ കീഴടക്കി ഭരണം പിടിച്ചടക്കുക എന്നത് മാത്രമായിരിക്കില്ല, മറിച്ച് ഇസ്ലാമിൻ്റെ പേര് പോലും ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നതായിരിക്കും. ഈ ആളുകൾ എല്ലാ തരത്തിലുമുള്ള ഭൗതിക സാധന സാമഗ്രികളും കൊണ്ടായിരിക്കും വരിക. എന്നാൽ മുസ്ലിം സമൂഹം വളരെ അധികം ക്ഷയിച്ച അവസ്ഥയിലുമായിരിക്കും. അവരുമായി ഏറ്റുമുട്ടാനുള്ള ശക്തിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഈ ഭയാനകരമായ വിപത്തുകളിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിൽ അഭയം തേടാനുള്ള ദുആയും പഠിപ്പിച്ചത്. അതുവഴി ശത്രുക്കളുടെ ആക്രമണം വഴി ഇസ്ലാമിന് ഒന്നും സംഭവിക്കാതിരിക്കുകയും അതുവഴി ഇസ്ലാം അതിൻ്റെ എല്ലാ അധ്യാപനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്ത് വ്യാപിക്കാനും സാധിക്കുന്നതാണ്. സൂറത്തുൻ നാസിൻ്റെ തുടക്കത്തിൽ അള്ളാഹു 3 സിഫത്തുകളെയാണ് പരാമർശിക്കുന്നത്. ഈ സിഫത്തുകൾ വഴി നിങ്ങൾ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക. പറയുന്നു, ഖുൽ അഊസു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. അതായത് ആദ്യം അള്ളാഹുവിൻ്റെ റബ്ബ് എന്ന സിഫത്തിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൽ അഭയം തേടുന്നു. പിന്നീട് മറ്റൊരു സിഫത്തായ ജനങ്ങളുടെ രാജാവായ അള്ളാഹുവിൽ അഭയം തേടുന്നു. പിന്നീട് ഇലാഹ്, ആരാധ്യനായ അള്ളാഹുവിൽ അഭയം തേടുന്നു. ഏതൊരു സിഫത്തിനെ വിളിച്ചുകൊണ്ടാണോ അഭയം തേടുന്നത്, അള്ളാഹു ആ സിഫത്തിലൂടെ തന്നെ അഭയം നൽകുന്നു. ഉദാഹരണം, നാം ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പട്ടിയുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടാൻ പട്ടിയുടെ ഉടമസ്ഥനെ വിളിക്കുന്നു. അതുപോലെയാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളായ റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ് എന്നിവയിൽ അഭയം തേടുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരാൾ മനുഷ്യൻ എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ സിഫത്തായ റബ്ബിൽ അഭയം തേടുന്നു. അതുപോലെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് മലിക്ക്, അതുപോലെ ഇലാഹ് എന്നീ സിഫത്തുകളിലും അഭയം തേടുന്നു. അതുകൊണ്ട് തന്നെ റബ്ബ്, മലിക്ക്, ഇലാഹ് എന്നിവ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സിഫത്തുകളാണ്. ഈ സിഫത്തുകളിൽ അഭയം തേടാൻ പറയുമ്പോൾ അതിന് പ്രത്യേകമായ കാരണവും ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മനുഷ്യർക്ക് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏൽപ്പിക്കുന്നതാണ് എന്നതാണ് ചുരുക്കം. പല സമൂഹങ്ങളും അള്ളാഹുവിൻ്റെ ഈ സിഫത്തുകളിൽ നിന്നും പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഏൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഈ സിഫത്തുകളെ എടുത്തുകൊണ്ട് അതിൽ നിന്നും ബുദ്ധിമുട്ടിക്കുന്നവരുടെ ഷെറിൽ നിന്നും അഭയം നൽകണേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചത്. തുടർന്ന് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നാം ഈ കാലത്ത് ഇതേക്കുറിച്ചൊരു വിശകലനം നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സൂറത്തുൻ നാസ് മുഴുവനായിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ അവസ്ഥ വിവരിക്കുകയാണ്. ഇക്കൂട്ടർ മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് അസൂയയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. മുസ്ലിങ്ങളുടെ ശക്തി
കാണുന്നത് അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത് മുസ്ലിങ്ങളുടെ പേര് തന്നെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടണം എന്നാണ്. ഈ സമൂഹത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഫിത്നകളിൽ നിന്നും അഭയം തേടുന്നതിനു കൂടിയാണ് അള്ളാഹു ഈ ദുആ പഠിപ്പിക്കുന്നത്. പാശ്ചാത്യ സമൂഹം മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ്. അവർ ആദ്യം തന്നെ വാളുകൊണ്ടുള്ള യുദ്ധമല്ല തുടങ്ങുക, കച്ചവടതന്ത്രം മെനഞ്ഞ് ഇസ്ലാമിക രാജ്യങ്ങളിൽ എത്തും. അവിടെ മുസ്ലിം രാജ്യങ്ങളിൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. പിന്നീട് അവർ ബാങ്ക് തുറക്കും. പതുക്കെ പതുക്കെ എല്ലാ മേഖലകളിലും കടന്നുകൂടി അധികാരം പിടിച്ചെടുക്കും. നമുക്കറിയാം, യൂറോപ്യൻ സമൂഹം എല്ലാ സ്ഥലത്തും ഈ രീതി തന്നെയാണ് പിന്തുടർന്നു വന്നിട്ടുള്ളത്. ആദ്യം കച്ചവടം തുടങ്ങും, പിന്നീട് ഓരോ ഭാഗത്തും അധികാരം പിടിക്കും, പിന്നീട് പലിശ ഇടപാട് തുടങ്ങും. അങ്ങനെ ഇസ്ലാമിക ഭരണത്തെ നശിപ്പിക്കാൻ തുടങ്ങും. അള്ളാഹു ഇങ്ങനെയുള്ള ഫിത്നകളിൽ നിന്നും രക്ഷ തേടുന്നതിനാണ് ഖുൽ അഊസു ബിറബ്ബിന്നാസ് എന്ന് നമ്മെ പഠിപ്പിച്ചത്. അവരുടെ ഷർറിൽ നിന്നും രക്ഷ തേടണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുകയാണ് വേണ്ടത്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.